വൊക്കാബുലറി ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനല്ല. ഇംഗ്ലീഷ് ക്ലാസ് നല്ല ഗംഭീരമായിട്ട് എടുക്കുന്ന രണ്ട് അധ്യാപകർ നമ്മുടെ എൻട്രി ആപ്പിലുണ്ട്. ഒന്ന് നമ്മുടെ രഞ്ജിത്ത് ആർ കെ തഴവ സാറാണ്, അതുപോലെ തന്നെ നമ്മുടെ പ്രദീപ് മുഖത്തിലെ സാറ്. രണ്ടുപേരും നല്ല കിടുക്കനായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ട്രിക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുടെയും ക്ലാസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഷുവറാണ് LDCക്ക് പഠിക്കുന്നവർക്ക് 20 ഇംഗ്ലീഷ് മാർക്ക്, അതുപോലെ തന്നെ ഡിഗ്രി ലെവലുള്ളവർക്ക് 10 ഇംഗ്ലീഷ് മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് കള്ളം പറയുന്നതല്ല, വളരെ സത്യമാണ്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ എൻട്രി ആപ്പ് ഒന്ന് കയറി നോക്കിയാൽ മതി. കാരണം എൻട്രി ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം നോക്കാം, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇനിവേ അടിപൊളി ക്ലാസ്സുകളാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് 50 വൊക്കാബുലറി പഠിക്കാൻ പോവാണ്. ഈ 50 വൊക്കാബുലറി എന്ന് പറയുന്നത് എല്ലാം ഒരു വിഭാഗത്തിൽ നിന്നുള്ളതല്ല കേട്ടോ. ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, അതുപോലെ സിനോണിംസ്, ആൻറ്റോണിംസ്, ഫോറിൻ വേർഡ്സ്, സ്പെൽ ചെക്ക്, ഈ 5 വിഭാഗത്തിൽ നിന്നായിട്ട് 10 എണ്ണം വീതം 50 എണ്ണമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിവേ ഞാൻ ഇംഗ്ലീഷിൽ വലിയ ആളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പിഴവുകൾ വന്നാൽ നിങ്ങളത് പരിഹരിച്ചോണം. ദെൻ നമുക്ക് എന്തായിരുന്നാലും ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം. 50 എണ്ണേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പഠിക്കും. ഇന്ന് പഠിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തു. ഞാൻ ഇന്ന് പഠിച്ചിട്ട് ഉറങ്ങത്തോളം ദൃഢനിശ്ചയം എടുത്തു. നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നമ്മളെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റത്തില്ല. നമ്മളെ കൊണ്ട് എന്ത് നേടിയെടുക്കാൻ പറ്റും. അത് ഓൾറെഡി GK ചലഞ്ചിലൂടെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഒരു ദിവസം 100 GK വെച്ച് നിങ്ങൾ 10 ദിവസം കൊണ്ട് 1000 GK പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇതും സാധിക്കും. അപ്പോൾ എനിവേ ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഐശ്വര്യത്തോടെ അങ്ങ് തുടങ്ങാം. ഒന്നാമത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇന്നത്തെ നമ്മളുടെ വൊക്കാബുലറിയിൽ ആദ്യത്തത് സ്പെല്ലിംഗ് ടെസ്റ്റ് ആണ്. 10 എണ്ണേ ഉള്ളൂ. എല്ലാം 10 എണ്ണം വീതം ഉള്ളതുകൊണ്ട് എനിക്ക് ബോറടിക്കത്തില്ല. ഇനി സ്പെല്ലിംഗ് ടെസ്റ്റ് എന്താ നമുക്കറിയാലോ. നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ നമ്മൾ ചെയ്തു വരുന്ന സംഭവമാണ് സ്പെല്ലിംഗ് ടെസ്റ്റ്. കുട്ടിക്കാലത്ത് നമ്മൾ ബുക്കിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ട് താഴോട്ട് എഴുതി പരിശീലിക്കുമായിരുന്നു അല്ലെ, പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോവുക, വളരെ രസകരമായിട്ട് പഠിക്കുക. വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളിൽ എന്ത് ചെയ്യുക, എന്തായാലും അവർക്ക് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ അവരുടെ സ്കൂൾ പുസ്തകം മേടിച്ചിട്ട് ഇതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ്, പ്രധാനപ്പെട്ട വാക്കുകൾ അവരെ കൊണ്ട് പഠിപ്പിക്കുക. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിൽ കേട്ട് പഴകിയ പല വാക്കുകളുമാണ് ഇതൊക്കെ. പക്ഷെ നമുക്ക് അതിന്റെ പലപ്പോഴും സ്പെല്ലിങ്ങുകൾ തെറ്റിപ്പോകാറുണ്ട്. അത്തരത്തിലുള്ള ഇച്ചിരി പാടുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, വേർഡുകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പരിശീലിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ചെയ്യേണ്ടത് നിങ്ങളൊരു പേനയും പേപ്പർ എടുക്കുക. അത്യാവശ്യമായിട്ട് ഒരു പേനയും പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്കും പേന എടുക്കുക. എന്നിട്ട് ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പറയുക, ഒപ്പം നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. സ്പെല്ലിങ് ഓരോന്നായിട്ട് നമുക്ക് ഇപ്പൊ അങ്ങ് പഠിച്ചു കഴിയാം. ഈ 10 എണ്ണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റാൻ പാടില്ല. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോ. ഒരു പേനയും പേപ്പർ എടുത്ത് വെക്കുക, എൻ്റെ കൂടെ ഒപ്പം പറയണം, ഒപ്പം എഴുതണം. അപ്പൊ ഈ സ്പെല്ലിംഗ് ടെസ്റ്റ് നമുക്ക് പരിശീലിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അത് എന്ത് ചെയ്യാം, നമ്മൾ ഉറക്കെ ഇത് സ്പെല്ലിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ നമ്മൾ പറയുകയും നമ്മൾ എഴുതുകയും ചെയ്യുക. ഓരോ അക്ഷരങ്ങൾ ഏതുപോലെ. ഇപ്പൊ തന്നെ നമ്മൾ ആദ്യത്തെ വേർഡ് കൊടുത്തിരിക്കുന്നത് ന്യൂമോണിയ എന്താണ്. നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത്, എഴുതി പരിശീലിക്കുമ്പോൾ ഒച്ചത്തിൽ നിങ്ങൾ പറയാം. നിങ്ങളുടെ ചെവിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ശബ്ദം മുഴങ്ങി അങ്ങോട്ട് കയറണം. എങ്ങനെയാ? PNEUMONIA. ഓക്കെ, അപ്പൊ ഇപ്പം പേന എടുത്ത് എന്റെ കൂടെ നിന്നോ. രസകരമായിട്ട് നമുക്ക് ഇതങ്ങ് 10 എണ്ണം പഠിച്ചു കളയാം. അപ്പൊ ഒന്നാമത്തെ വാക്ക് ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ. പേപ്പറും പേനയൊക്കെ കയ്യിലുണ്ടല്ലോ, റെഡി അല്ലേ? അപ്പൊ എഴുതി തുടങ്ങിയോ. PNEUMONIA, ന്യൂമോണിയ. അത് ഏത് താളത്തിൽ വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോ. അത് ഏത് താളം, അതൊരു പാട്ടായിട്ട് നമ്മൾ പറയാറില്ലേ. PNEUMONIA, സ്പീഡിലോ പെയ്യോ. PNEUMONIA, ന്യൂമോണിയ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി. PNEUMONIA, ക്ലിയർ ആയല്ലോ? അടുത്ത വാക്കിലേക്ക് പോവാം. ഗ്യാരണ്ടി. ന്യൂമോണിയ കഴിഞ്ഞു. അടുത്ത ഗ്യാരണ്ടി. GUARANTE, ഗ്യാരണ്ടി. ഓക്കെ, ഒന്നുകൂടെ എഴുതിക്കോ. GUARANTE, ഒന്നുകൂടെ സ്പീഡിൽ പോവാം. GUARANTE, ഗ്യാരണ്ടി. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനല്ല, അതുകൊണ്ട് തന്നെ എന്റെ പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. അടുത്ത മൂന്നാമത്തെ വാക്കിലേക്ക് വരാം. ഇനാഗുറേഷൻ. പലപ്പോഴും BSc പരീക്ഷയിൽ ചോദിച്ചാണ് ഇനാഗുറേഷൻ. INAUGURATION, ഇനാഗുറേഷൻ. ഒന്നും കൂടെ സ്പീഡില്. INAUGURATION, ക്ലിയർ ആയില്ലേ? അടുത്തത് സെപ്പറേറ്റ്. കണ്ടാൽ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ നമ്മൾ തെറ്റിക്കും. എവിടെ തെറ്റിക്കും? SEPE നമ്മൾ അടിച്ചു കൊടുക്കും. ഓക്കെ, അത് ശരിയാക്കൂ. ഇനി SEPARATE, സെപ്പറേറ്റ്. ക്ലിയർ ആയല്ലോ? SEPARATE, ക്ലിയർ. അടുത്തത് പോസ്റ്റ്മസ്ലി. POSTUMOUSLY,
POSTHUMOUSLY, posthumously. POSTHUMOUSLY, posthumously. ക്ലിയർ ആയല്ലോ? പോസ്റ്റ്മസിൽ ഒന്നും കൂടെ POSTHUMOUSLY. ക്ലിയർ ആയല്ലോ? അടുത്ത കമ്മിറ്റി. കമ്മിറ്റി പല PSC പരീക്ഷയിലും ചോദിച്ചത്. കമ്മിറ്റി COMMITTEE. ക്ലിയർ? എന്റെ കൂടെ എഴുതുന്നുണ്ടല്ലോ അല്ലെ? എഴുതി പറഞ്ഞു പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ഉറക്കെ പറയണം. COMMITTE, കമ്മിറ്റി. ക്ലിയർ ആയല്ലോ? COMMITTE. അടുത്തത് ഓക്കെ. അടുത്തത് ഗൈനക്കോളജി. ഗൈനക്കോളജി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കാണും ഗൈനക്കോളജി, പക്ഷെ നമ്മൾ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാറില്ല. GYNECOLOGY, ഗൈനക്കോളജി. ഗൈനക്കോളജി GYNECOLOGY, ഗൈനക്കോളജി. ഒന്നുകൂടെ സ്പീഡില് GYNECOLOGY. ക്ലിയർ ആയല്ലോ? അടുത്തത് ഹൈജീൻ. അടുത്ത നെക്സ്റ്റ് വാക്ക് ഹൈജീൻ. ക്ലിയർ ആയല്ലോ? എങ്ങനെയാ? HYGIENE, ഹൈജീൻ. ഒന്നുകൂടെ സ്പീഡില് HYGIENE, ഹൈജീൻ. HYGIENE, ഹൈജീൻ. അടുത്തത് റെക്കമെൻഡ്. അടുത്തത് നെക്സ്റ്റ് വാക്ക് റെക്കമെൻഡ്. RECOMMEND, റെക്കമെൻഡ്. RECOMMEND, റെക്കമെൻഡ്. സ്പീഡ് പറഞ്ഞേ. RECOMMEND, RECOMMEND. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് വേർഡ്, നമ്മുടെ ഇന്നത്തെ 10ാമത്തെ വേർഡ് പ്രൊനൗൺസിയേഷൻ. എന്താണ് പ്രൊനൗൺസിയേഷൻ? അതിനെ നോക്കാം. PRONUNCIATION, പ്രൊനൗൺസിയേഷൻ. PRONUNCIATION. സ്പീഡിൽ എങ്ങനെ പറയാം? PRONUNCIATION. ഓക്കെ. നമ്മൾ സ്പെല്ലിംഗ് ടെസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും പഠിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ പ്രൊനൗൺസിയേഷൻ ഇല്ലേ, ആ വാക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും പിരിച്ചായിട്ടും പഠിക്കാം. പ്രൊനൗൺസിയേഷൻ എന്ന് പഠിക്കാം. എങ്ങനെ? PRO നമ്മൾ പഠിച്ചു, NUN ഒന്ന് നമ്മൾ പഠിച്ചു, CIA അങ്ങനെ ഒന്ന് പഠിച്ചു, TION അങ്ങനെയും പഠിക്കാം കേട്ടോ. അതും ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ. അപ്പൊ ഉറക്കെ ഉച്ചത്തിൽ എഴുതി പഠിച്ചാൽ ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ രസകരമായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാ വാക്കും ഓർത്ത് വെക്കുക. ന്യൂമോണിയ, ഗ്യാരണ്ടി, ഇനാഗുറേഷൻ, സെപ്പറേറ്റ്, പോസ്റ്റ്മസ്ലി, കമ്മിറ്റി, ഗൈനക്കോളജി, ഹൈജീൻ, റെക്കമെൻഡ്, പ്രൊനൗൺസിയേഷൻ. ഓക്കെ. നമ്മുടെ സ്പെല്ലിംഗ് ടെസ്റ്റ് അവസാനിച്ചു. പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തത് ഫോറിൻ വേർഡ്സ് ആണ്. ചില ഫോറിൻ വേർഡ്സ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കുകളായിരിക്കും, പക്ഷെ ഇതിന് ചില മീനിങ്ങുകളുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ആബിനിഷ്യോ. ആബിനിഷ്യോയുടെ മീനിങ് നോക്കിയാൽ ഫ്രം ദ ബിഗിനിങ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് തുടക്കം തൊട്ട് എന്നാണ് അല്ലെ. നമ്മൾ ഈ വാക്ക് കേൾക്കാറ് പോലുള്ള കേട്ടു. ഇതൊക്കെയുള്ള ഫോറിൻ വേർഡ്സ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന 10 ഫോറിൻ വേർഡ്സ് ആണ്. PSC പലപ്പോഴും ഈ ഫോറിൻ വേർഡ്സ് തന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കാറാണ്, അല്ലെങ്കിൽ ഈ ഒരു മീനിങ് തന്നിട്ട് അതിന്റെ ഫോറിൻ വേർഡ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത് കാണാതെ പഠിച്ചു വെക്കുക. അതിനകത്ത് വേറെ വഴിയില്ല, കാണാതെ പഠിക്കാതെ വേറെ വഴിയില്ല. 10 വീതമേ ഉള്ളൂ ഒരു ദിവസം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് 5 ദിവസം കൊണ്ട് 50 പഠിക്കാം. ഇതെല്ലാം PSC ചോദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിന് മുമ്പോട്ട് പോവാം. ഓക്കെ. ക്ലിയർ ആയാലും അപ്പൊ ഫോറിൻ വേർഡ്സ് നമ്മൾ ഒന്നാമത്തെ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തത് ആബ് ഇനിഷ്യോ. അതിന്റെ മീനിങ് എന്താ? ഫ്രം ദ ബിഗിനിങ്. എന്താണ്? ഫ്രം ദ ബിഗിനിങ്, തുടക്കം തൊട്ട്. അപ്പൊ ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. അടുത്ത അഡ് ഹോക്ക്. അടുത്തെന്താണ്? അഡ് ഹോക്ക്. അതിന്റെ മീനിങ് എന്താ? ഫോർ ദ പർപ്പസ്, സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയാം. ഒരു പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. നമുക്കറിയാം അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് കേട്ടില്ല, അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പൊ അഡ്ഹോക്ക് ഫോർ ദ പർപ്പസ്, ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്, അഡ്ഹോക്ക് ഫോർ ദ പർപ്പസ്. നെക്സ്റ്റ് ആൾട്ടർ ഈഗോ, ഇന്റിമേറ്റ് ഫ്രണ്ട്. ആൾട്ടർ ഈഗോ എന്താ മീനിങ്? ഇന്റിമേറ്റ് ഫ്രണ്ട്, നിങ്ങളുടെ ആത്മമിത്രമായ സുഹൃത്ത്, നിങ്ങളുടെ ആത്മസുഹൃത്ത്, അതാണ് ആൾട്ടർ ഈഗോ. ദെൻ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇതൊക്കെ ഓർത്തിരിക്കാൻ വലിയ പാടല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളുടെ ഏറ്റവും നല്ല കട്ട കൂട്ടുകാരൻ, ആ കട്ട കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരും ആയിക്കോട്ടെ, അവർക്ക് നിങ്ങൾ ഇന്നോട്ടൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എടാ ആൾട്ടർ ഈഗോയെ, അല്ലെങ്കിൽ എടി ആൾട്ടർ ഈഗോയെ എന്നത് മെസ്സേജ് അയക്കുക. ഇത് 2-3 ദിവസങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുക. അപ്പൊ അവൻ കൂട്ടുകാരൻ ചോദിക്കും, എന്താണ് നീ എന്നെ അങ്ങനെ വിളിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവനോട് എടാ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നാണ്. അപ്പൊ അവനും പഠിക്കും. നമ്മൾ 2 ദിവസം ഇത് ആവർത്തിച്ച് ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഒരു കാലത്തും നമ്മൾ മറക്കത്തില്ല. അപ്പൊ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാരെയും ഞാനും വിളിക്കുന്നു ആൾട്ടർ ഈഗോയെ. ഓക്കെ. നിങ്ങളൊക്കെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ആൾട്ടർ ഈഗോ കൂട്ടുകാരനെ ഇന്നോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ. എടാ ആൾട്ടർ ഈഗോ നീ എവിടെയാണ്? എടാ ആൾട്ടർ ഈഗോ നിനക്ക് സുഖമാണോ? ഓക്കെ.
അപ്പൊ മെസ്സേജ് അയച്ചോ 2 ദിവസം നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ ആൾട്ടർ ഈഗോ, ഇന്റിമേറ്റ് ഫ്രണ്ട്. ഓക്കെ, അടുത്തത് ADD ക്യാമ്പ്. മറ്റൊരു ഫോറിൻ വേർഡ് ആണ് ADD ക്യാമ്പ്. അതിന്റെ അർത്ഥം എന്താ? മിലിറ്ററി അസിസ്റ്റന്റ് എന്നാണ് മീനിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ADD ക്യാമ്പ്. എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അസിസ്റ്റ് അല്ലെ? അസിസ്റ്റന്റ് എന്നാണ് എയ്ഡിന്റെ അർത്ഥം. ഫസ്റ്റ് എയ്ഡ് എന്ന് കേൾക്കാറില്ലേ? അസിസ്റ്റന്റ് എന്നാണ് അതിന്റെ അർത്ഥം. എയ്ഡിന്റെ അർത്ഥം അസിസ്റ്റന്റ് എന്നാണ്. ദെൻ ഡി ക്യാമ്പ് കൂടി വരുമ്പോ മിലിറ്ററി അസിസ്റ്റന്റ് ആയിട്ട് മാറും അല്ലെ? നമുക്കറിയാം മിലിറ്ററി ക്യാമ്പ്. അപ്പൊ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ADD ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി അസിസ്റ്റന്റ് എന്നാണ് മീനിങ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്ക് ബോണാഫൈഡെ. ഓക്കെ, ഇതിന്റെ ഒന്നും പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് ഷുവർ അല്ല, ബട്ട് ഞാനങ്ങ് പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കാനുള്ള ഒരു സാധനമാണ് ബോണാഫൈഡെ. അതായത് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെനുവിൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഉത്തമ വിശ്വാസം, സത്യസന്ധത. അതാണ് ബോണാഫൈഡെ ഇൻ ഗുഡ് ഫെയ്ത്ത്. അതിന്റെ നേരെ എതിരാണ് മാലാഫൈഡെ. എന്ന് പറഞ്ഞാല് മെലാഫൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. മെലാഫൈഡ് എന്ന് പറഞ്ഞാൽ ഇൻ ബാഡ് ഫെയ്ത്ത്. നേരെ എതിരെ എന്താ? വഞ്ചന എന്ന് പറയും അല്ലെ? മറ്റേത് വിശ്വാസമാണെങ്കിൽ, സത്യസന്ധതയാണെങ്കിൽ, മാലാഫൈഡ് എന്ന് പറയുന്നത് വഞ്ചനയാണ്. അപ്പൊ നേരെ എതിരാണ്. ബോണാഫൈഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെനുവിൻ, മാലാഫൈഡ് ഇൻ ബാഡ് ഫെയ്ത്ത്. ക്ലിയർ ആയല്ലോ? അടുത്ത് നമ്മളോട് ആരെങ്കിലും ഒരു വഞ്ചന കാണിക്കുകയാണെങ്കിൽ നീ എന്നോട് കാണിച്ചത് മാലാഫൈഡ് ആയിരുന്നു എന്നൊക്കെ തമാശക്ക് പറയുക. നീ അല്ലെങ്കിൽ ജെന്യൂൻ ആണ്, നീ ഒരാൾ ജെന്യൂൻ ആയ ഒരു കൂട്ടുകാരനാണെന്ന് അവനോട് പറയുമ്പോൾ നീ ഒരു ബോണാഫൈഡ് ആണെന്ന് തമാശക്ക് പറയുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ബോൺ വോയേജ്. നെക്സ്റ്റ് ബോൺ വോയേജ്, ഫോറിൻ വേർഡ് ആണ് ബോൺ വോയേജ്. അതെന്താ അർത്ഥമാക്കുന്നത്? ഹാവ് എ പ്ലസന്റ് ജേർണി. പ്രധാനമായിട്ടും ഈ കപ്പലിലൊക്കെ ഷിപ്പ് യാത്രയൊക്കെ നടത്തുമ്പോൾ അതിന് പറയുന്ന ഒരു ഫോറിൻ വേർഡ് ആണ് ഈ ബോൺ വോയേജ് എന്ന് പറയുന്നത്. ഹാവ് എ പ്ലസന്റ് ജേർണി. ഒരു യാത്രയ്ക്ക്, നല്ലൊരു യാത്രയ്ക്ക് വേണ്ടി പറയുന്ന ഒരു ഒന്നാണ് ബോൺ വോയേജ്. അടുത്തത് എക്സ്റ്റംബർ. അതിന്റെ മീനിങ് വിത്തൗട്ട് പ്രിപ്പറേഷൻ, ഒരു മുന്നൊരുക്കവും കൂടാതെ. അതാണ് എക്സ്റ്റംബറിന്റെ മീനിങ്. എക്സ്റ്റംബർ വിത്തൗട്ട് പ്രിപ്പറേഷൻ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അടുത്തത് വിസ് എ വിസ്. എന്താ? വിസ് എ വിസ്. അതിന്റെ അർത്ഥം എന്താ? ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. എന്താ പറയണ? മുഖാമുഖം അല്ലെ? നേർക്കുനേർ. അതാണ് ഈ ഒരു ഫോറിൻ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിസ് എ വിസ്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്. വിസ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്. അടുത്തത് ലിംഗ്വ ഫ്രാങ്ക. ലാംഗ്വേജ് അഡോപ്റ്റഡ് ഫോർ ലോക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളെ പൊതുവെ പറയുന്ന ഒരു പേരാണ് ലിംഗ്വ ഫ്രാങ്ക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നും കൂടെ: ആബ് ഇനിഷ്യോ, ഫ്രം ദ ബിഗിനിങ്; അഡ്ഹോക്ക്, ഫോർ ദ പർപ്പസ്; ആൾട്ടർ ഈഗോ, ഇന്റിമേറ്റ് ഫ്രണ്ട്; ADD ക്യാമ്പ്, മിലിറ്ററി അസിസ്റ്റന്റ്; ബോണാഫൈഡെ, ജെനുവിൻ അല്ലെങ്കിൽ ഇൻ ഗുഡ് ഫെയ്ത്ത്; മാലാഫൈഡിനെതിരെ, ഇൻ ബാഡ് ഫെയ്ത്ത്; ബോൺ വോയേജ്, ഹാവ് എ പ്ലസന്റ് ജേർണി; എക്സ്റ്റംബർ, വിത്തൗട്ട് പ്രിപ്പറേഷൻ; വിസ് എ വിസ്, ഫേസ് ടു ഫേസ്; ലിംഗ്വ ഫ്രാങ്ക, ലാംഗ്വേജ് അഡോപ്റ്റഡ് ഫോർ ലോക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം പ്രീവിയസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. 10 എണ്ണമേ തന്നിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? മനപ്പാടമാക്കിയല്ലോ? എഴുതി വെച്ചല്ലോ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആന്റോണിംസ് ആണ്. അതായത് ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ? PSC പലപ്പോഴും ചോദിക്കാറുണ്ട് ഒരു പദത്തിന്റെ എതിർപദം, വിപരീത പദം. മലയാളത്തിൽ വിപരീത പദം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ? ഒന്നാമത്, ഇന്നും 10 എണ്ണേ ഉള്ളൂ. 10 എണ്ണം ഇത് പഠിച്ചു പോയാൽ മതി. ഒന്നാമത്തത് ഫ്രണ്ട്ലി, സൗഹാർദ്ദപരം. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ശത്രുതാപരം അല്ലെ? അതിനാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്ലി ഓപ്പോസിറ്റ് ഹോസ്റ്റൈൽ. ഫ്രണ്ട്ലി ഓപ്പോസിറ്റ് ഹോസ്റ്റൈൽ. ഓക്കെ, അടുത്തത് വെറ്ററൻ. നെക്സ്റ്റ് വേർഡ് വെറ്ററൻ. വെറ്ററൻ എന്ന് പറഞ്ഞാൽ ലോങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒന്നിനെയാണ് വെറ്ററൻ എന്ന് പറയുന്നത്. കുറെ നാളത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒന്ന്. അപ്പൊ അതിന് നേരെ എതിരെന്തായിരിക്കും? ഒരു തുടക്കം അല്ലെ? മറ്റേത് കുറെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഇത് തുടക്കം. അപ്പൊ അതിന്റെ വെറ്ററന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നോവൈസ് ആണ്. നോവൈസിന്റെ തുടക്കം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെറ്ററൻ ഓപ്പോസിറ്റ് നോവൈസ് ആണ്. ഓക്കെ, നോവൈസ്, വെറ്ററൻ, നോവൈസ്. അടുത്തത് വൈസ്. നെക്സ്റ്റ് വേർഡ് വൈസ് എന്ന് പറഞ്ഞാൽ തിന്മ. അതിന്റെ നേരെ എതിരെന്തായിരിക്കും? നന്മയായിരിക്കും. അതാണ് വിർച്യു. വൈസിന്റെ സ്പെല്ലിംഗ് പ്രത്യേകം നോക്കുക. VICE, വൈസ്. അതിന്റെ ഓപ്പോസിറ്റ് വിർച്യു. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ, ഈ ആന്റോണിംസ് പഠിക്കുമ്പോൾ ഇതിന്റെ സ്പെല്ലിങ്ങും കൂടി എഴുതി പഠിക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊന്നും എഴുതി പഠിക്കുക. ഫ്രണ്ട്ലി ഓപ്പോസിറ്റ് ഹോസ്റ്റൈൽ, വെറ്ററൻ ഓപ്പോസിറ്റ് നോവൈസ്, വൈസ് ഓപ്പോസിറ്റ് വിർച്യു. വൈസ് തിന്മ, വിർച്യു നന്മ. ഓക്കെ, അടുത്തത് വേഗ്. നെക്സ്റ്റ് വേർഡ് വേഗ് എന്നാണ്. അതായത് വേഗം എന്ന് പറഞ്ഞാൽ അവ്യക്തമായ കാര്യമാണ്. അപ്പൊ അതിന് നേരെ എതിരെന്തായിരിക്കും? വിവിഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള. വേഗം എന്ന് പറയുന്നത് അവ്യക്തം, വിവിഡ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ വേഗ വിവിഡ്.
അടുത്ത നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സേവേജ് ആണ്. സേവേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപരിഷ്കൃതമായിട്ടുള്ള, അതിന് നേരെ എതിരായിട്ടുള്ള എന്തായിരിക്കും? സിവിലൈസ്ഡ്, പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹം അല്ലെ. സിവിലൈസ്ഡ് പീപ്പിൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? സിവിലൈസ്ഡ് ഓപ്പോസിറ്റ് സേവേജ്. ഓക്കെ, സേവേജ് ഓപ്പോസിറ്റ് സിവിലൈസ്ഡ്. അടുത്ത വാക്ക് കോൺഫിഡന്റ്. അടുത്ത വാക്ക് എന്താ? കോൺഫിഡന്റ്. നമുക്കറിയാം ആത്മവിശ്വാസം തരുന്ന അല്ലെ, കോൺഫിഡന്റ്. അതിന് നേരെ എതിരെന്താ? ഡിഫിഡന്റ്. കോൺഫിഡന്റ്, ഡിഫിഡന്റ്. കോൺഫിഡന്റ് എതിരെന്താണ്? ഓപ്പോസിറ്റ് എന്താണ്? ഡിഫിഡന്റ്. അടുത്ത ബോൾഡിന്റെ ഓപ്പോസിറ്റ് ടിമിഡ്. എന്താണ്? ടിമിഡ് ആണ്. ടിമിഡ് എന്നാണ് ബോൾഡിന്റെ ഓപ്പോസിറ്റ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധീരമായ, ശക്തമായ, ബോൾഡ് ആയിട്ടുള്ള അല്ലെ. അതിന് നേരെ എതിരായ എന്തായിരിക്കും? ഭീരു അല്ലെ. മറ്റേത് ശക്തനാണ്, ഇപ്പുറത്ത് ഭീരു. അതാണ് ടിമിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബോൾഡ് അതിന്റെ ഓപ്പോസിറ്റ് ടിമിഡ് എന്നാണ്. അടുത്തത് ജെനിത്ത്. നെക്സ്റ്റ് വേർഡ് ജെനിത്ത് ആണ്. ജെനിത്ത് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, അങ്ങനെയൊക്കെ പല മീനിങ് പറയും. ഉച്ചസ്ഥാനം, നെറുക, അങ്ങനെയൊക്കെ അർത്ഥമാണ് ഈ ജെനിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എതിരെന്തായിരിക്കും? താഴ്ഭാഗം, താഴ്ന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള എതിരല്ലേ വരുത്തുള്ളൂ. മുകളിലുള്ളത് അതിന് എതിരെ വരുമ്പോൾ താഴ്ന്നത്. അതിന്റെ ഒരു വാക്കാണ് നെയ്തർ എന്ന് പറയുന്നത്. ഓക്കെ, നെയ്തറിന്റെ സ്പെല്ലിംഗ് നോക്കിയാൽ NADIR ആണ് നെയ്തറിന്റെ സ്പെല്ലിംഗ്. അപ്പൊ ജെനിത്ത് ഓപ്പോസിറ്റ് നെയ്തർ ആണ്. ജെനിത്ത് നെയ്തർ ആണ്. അടുത്ത അട്രാക്റ്റീവ്. അടുത്ത മറ്റൊരു വാക്കാണ് അട്രാക്റ്റീവ്. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം? എന്താ? ആകർഷിക്കുന്ന അല്ലെ. അതാണ് അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നേരെ എതിരെ എന്തായിരിക്കും? വികർഷിക്കുന്ന ഒരു സാധനം. അതാണ് റിപ്പൾസീവ്. അട്രാക്റ്റീവ് ഓപ്പോസിറ്റ് റിപ്പൾസീവ്. ആകർഷിക്കുന്നതും വികർഷിക്കുന്നതും അസഹ്യമായിട്ട് തോന്നുന്നതാണ് റിപ്പൾസീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്ക് ബാരൻ. അതിന്റെ ഓപ്പോസിറ്റ് ഫെർട്ടൈൽ. ബാരൻ എന്ന് പറഞ്ഞാല് തരിശായിട്ടുള്ള, ഫെർട്ടൈൽ എന്ന് പറഞ്ഞാല് ഫലഭൂഷ്ടമായ, നേരെ എതിരാണ്. ഓക്കെ, അപ്പൊ ഞാൻ അർത്ഥവും പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ കാണാതെ തന്നെ പഠിക്കുക. ഫ്രണ്ട്ലി ഹോസ്റ്റൈൽ. വെറ്ററൻ നോവൈസ്. വൈസ് വിർച്യു. വൈസിന്റെ ഓപ്പോസിറ്റ് വിർച്യു. ഓക്കെ, കൂടെ പഠിച്ചു വെക്കോ. ദെൻ വേജ് വിവ്ഡ്. ഓക്കെ, വേജ് വിവ്ഡ്. അതുപോലെ തന്നെ സാവേജ് സിവിലൈസ്ഡ്. കോൺഫിഡന്റ് ഡിഫിഡന്റ്. ബോൾഡ് ടിമിഡ്. ജെനിത്തിന്റെ നെയ്തർ. ഓക്കെ, ദെൻ അട്രാക്റ്റീവ് റിപ്പൾസീവ്. ബാരൻ ഫെർട്ടൈൽ. ഇങ്ങനെ തന്നെ പഠിക്കുക. ഫ്രണ്ട്ലി ഹോസ്റ്റൈൽ, വെറ്ററൻ നോവൈസ്, വൈസ് വിർച്യു, വോഗ് വേവ്ഡ്, സാവേജ് സിവിലൈസ്ഡ്, കോൺഫിഡന്റ് ഡിഫിഡന്റ്, ബോൾഡ് ടിമിഡ്, ജെനിത്ത് നെയ്തർ, അട്രാക്റ്റീവ് റിപ്പൾസീവ്, ബാരൻ ഫെർട്ടൈൽ. ഓക്കെ, നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തത് സിനോണിംസ് ആണ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താ? പര്യായം അല്ലെങ്കിൽ സമാന പദങ്ങൾ അല്ലെ. മലയാളത്തിൽ പഠിക്കാറുണ്ട്. നമ്മൾ നേരത്തെ അപ്പുറത്ത് പഠിച്ചത് എതിർപദങ്ങളാണെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നത് സമാന പദങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ PSC ധാരാളം ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ നിന്ന്. അപ്പൊ അത് കുറച്ച് പ്രധാനപ്പെട്ടത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഒന്നാമത്തത് സെൻഷ്വർ. സ്പെല്ലിംഗ് കൂടെ പഠിച്ചോണേ. സെൻഷ്വർ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അർത്ഥം. then അതിന്റെ നേരെ അതേ പദം വരുന്നതാണ്, അതേ മീനിങ് വരുന്ന മറ്റൊരു വാക്കാണ് ബ്ലെയിം. സെൻഷ്വർ, ബ്ലെയിം, കുറ്റപ്പെടുത്തുക. സെൻഷ്വർ, ബ്ലെയിം. അടുത്ത സെലിബ്രിറ്റി. നെക്സ്റ്റ് വാക്ക് സെലിബ്രിറ്റി. അത് നമുക്കറിയാം, ഫെയിം അല്ലെ. ഫെയിം നമ്മളത് പറയാറുള്ളത്, ഓൾറെഡി നമ്മൾ കേൾക്കാറുള്ളതാണ്. സെലിബ്രിറ്റി അതേ മീനിങ് വരുന്ന മറ്റൊരു പദമാണ് ഫെയിം എന്ന് പറയുന്നത്. അടുത്ത പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. മറ്റൊരു വാക്ക് നോക്കി, ബാനിഷ്. ബാൻ ചെയ്തു നമ്മൾ കേൾക്കാറില്ല, ബാൻ ചെയ്തു നമ്മൾ കേൾക്കാറുണ്ട്. ബാൻ, അതാണ് ബാനിഷ് വന്നിരിക്കുന്നത്. അപ്പൊ അതേ അതർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ്, മറ്റൊരു പദമാണ് പ്രൊസ്ക്രൈബ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രൊസ്ക്രൈബ്, ബാനിഷ്. ഇത് സിനോണിംസ് ആണ്, മാറിപ്പോകരുത്. ഇതെന്താണ്? പര്യായപദങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങളാണ്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞത് എതിർപദങ്ങളാണ്. അപ്പൊ സെൻഷ്വർ, ബ്ലെയിം. എന്താ അർത്ഥം വരുന്നത്? കുറ്റപ്പെടുത്തുക. സെലിബ്രിറ്റി, ഫെയിം. പ്രൊസ്ക്രൈബ്, ബാനിഷ്. എന്താ? നിർത്തലാക്കുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് എക്സ്പെർട്ടെ. വൺ സൈഡഡ്, ഏകപക്ഷീയം. വൺ സൈഡഡ്. അതിന് മറ്റൊരു പദമാണ് എക്സ്പെർട്ടെ, വൺ സൈഡഡ്. അടുത്ത ഡിസ്മൽ എന്നത് മ്ലാനമായ, ശോകമായ, ഗ്ലൂമി. നമുക്ക് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഗ്ലൂമി എന്ന് പറയുന്നത്. ഡിസ്മൽ, ഗ്ലൂമി. നെക്സ്റ്റ് അടുത്തത് ജെനിത്ത് ഓൾറെഡി നമ്മൾ അന്റോണിംസിൽ പറഞ്ഞു. ജെനിത്തിന്റെ അനോണിംസ് എന്തായിരുന്നു? നെയ്തർ അല്ലെ. നമ്മൾ അപ്പുറത്ത് പറഞ്ഞു നെയ്തർ. ജെനിത്ത് എന്താന്ന് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ നെറുക, ഉച്ചസ്ഥായി എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതേ ഒരു വാക്കാണ് അപ്പെക്സ് എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജെനിത്തിന്റെ മറ്റൊരു പര്യായ പദമാണ്, സമാന പദമാണ് അപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ജെനിത്ത്, അപ്പെക്സ്. അപ്പുറത്ത് നമ്മൾ പഠിച്ചത് അന്റോണിംസ് ആണ്. അത് ജെനിത്തിന്റെ അന്റോണിംസ് എന്തായിരുന്നു? നെയ്തർ. ക്ലിയർ ആയല്ലോ. അടുത്തത് ലിബറൽ, ഉദാരമായ. ലിബറൽ എന്താ? ഉദാരമായ. അതിനൊരു പറ്റിയ പേരാണ് ജനറസ്. ഓക്കെ, ജനറസ് മറ്റൊരു പേരാണ്. ലിബറലിന്റെ മറ്റൊരു പദമാണ് ജനറസ്. അടുത്തത് ഫ്യൂട്ടൈൽ. ഫ്യൂട്ടൈൽ ആണ്. ഫ്യൂട്ടൈലിന്റെ മറ്റൊരു വാക്ക് വെയിൻ എന്നാണ്. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ, പാഴായത് എന്നൊക്കെയാണ് ഫ്യൂട്ടൈലിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഫ്യൂട്ടൈൽ അതിന്റെ മറ്റൊരു പദമാണ് വെയിൻ എന്ന് പറയുന്നത്. അടുത്തത്
അടുത്ത നെക്സ്റ്റ് വാക്ക് ടോളറേറ്റ്. ദെൻ അതിന്റെ സമാന പദമാണ് എൻഡ്യൂർ. ടോളറേറ്റ് എന്ന് പറയുന്നതാണ് സഹനം, പൊറുക്കുക അല്ലെ. നമ്മൾ ടോളറേറ്റ് കേൾക്കാറുണ്ട്, പക്ഷെ എൻഡ്യൂർ നമുക്കറിയില്ല. അപ്പൊ ടോളറേറ്റിന്റെ മറ്റൊരു പദമാണ് എൻഡ്യൂർ. അടുത്തത് എൻഡവർ. ഇത് മാറിപ്പോലെ, എൻഡ്യൂറും എൻഡവറും തമ്മിൽ മാറിപ്പോയത്. എൻഡവറിന്റെ മീനിങ് അറ്റംപ്റ്റ്, അതായത് പരിശ്രമം, പ്രയത്നം എന്നൊക്കെയാണ് എൻഡവറിന്റെ മീനിങ്. എൻഡവറിന്റെ മീനിങ് അറ്റംപ്റ്റ്. എൻഡോവർ എന്താണ് മീനിങ്? അറ്റംപ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ പരിശ്രമം, പ്രയത്നം എന്നൊക്കെയാണ് അർത്ഥം. അതേ പദം വരുന്നതാണ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി സിനോണിംസ് നോക്കാം. സെൻഷ്വർ, ബ്ലെയിം. സെലിബ്രിറ്റി, ഫെയിം. പ്രോസ്ക്രൈബ്, ബാനിഷ്. എക്സ്പെർട്ടെ, വൺ സൈഡഡ്. ഡിസ്മൽ, ഗ്ലൂമി. സെനിത്, അപ്പെക്സ്. ലിബറൽ, ജനറസ്. അതുപോലെ തന്നെ ഫൈറ്റിൽ, ഫ്യൂട്ടൈൽ, വെയിൻ. ടോളറേറ്റ്, എൻഡ്യൂർ, എൻഡവർ, അറ്റംപ്റ്റ്. ക്ലിയർ ആയല്ലോ? ഞാൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്തത് ഇഡിയംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സ് എന്ന് പറയും. ശൈലികൾ, ഒരു ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇഡിയംസ് അല്ലെങ്കിൽ ഈ ഒരു ശൈലികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോ ഫോർ എക്സാമ്പിൾ, തേടിയ വള്ളി കാലിൽ ചുറ്റി. ഓക്കെ, തേടിയ വള്ളി കാലിൽ ചുറ്റി, അതിന്റെ അർത്ഥം എന്താ? തേടിയ ഒരു വള്ളി കാലിൽ ചുറ്റി, വള്ളി കാലിൽ ചുറ്റി എന്നാണ് അവൻ അർത്ഥമാക്കുന്നത്. ആ ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമ്മുടെ കയ്യിലേക്ക് വന്നല്ലേ, നമുക്ക് കിട്ടിയെന്നല്ലേ നമ്മൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അന്വേഷിച്ചിരുന്ന കാര്യം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ചില ശൈലികൾ ഇംഗ്ലീഷിലും ഉണ്ട്. അതിന്റെ യഥാർത്ഥ മീനിങ് ചിലപ്പോൾ വേറെ ആയിരിക്കും. അതിന്റെ ആ ഒരു ഉദ്ദേശം, ആ ഒരു ചെറിയൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യത്തെ ആയിരിക്കും. അത്തരത്തിലുള്ള കുറെ സാധനങ്ങൾ PSC ചോദിക്കാറുണ്ട്. അത് PSC ചോദിച്ചാൽ എന്താ, ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചോ, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ബെറ്റർ ഹാഫ്. ബെറ്റർ ഹാഫ് അത് ഉദ്ദേശിക്കുന്നത് എന്താ? വൈഫ്. ഉദ്ദേശിക്കുന്നത് എന്നാ? വൈഫിനാണ് ഉദ്ദേശിക്കുന്നത് ബെറ്റർ ഹാഫ്. അപ്പോ ഇത് ഫോളോ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഭാര്യമാരെ എടി ബെറ്റർ ഹാഫേ എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ എന്റെ ചക്കര ബെറ്റർ ഹാഫേ എന്ന് വിളിച്ചോ. ഇനി ആ ഭാര്യമാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരോട് പറയുക, 2 ദിവസത്തേക്ക് ചേട്ടാ എന്നെ ബെറ്റർ ഹാഫേ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുക. അപ്പൊ ഈ ഒരു വാക്കിന് ജീവിതത്തിൽ മറന്നു പോകത്തില്ല, ജന്മത്തിന് ഇത് മറക്കത്തില്ല. അപ്പൊ ബെറ്റർ ഹാഫ് വൈഫാണ്. ബെറ്റർ ഹാഫ്, ഹാഫ് വൈഫ്, ഹാഫ് വൈഫ്, ബെറ്റർ ഹാഫ് വൈഫാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്ക്, അടുത്ത ഇഡിയംസ് നോക്കാം. ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാല് 13 എന്നാണ് മീനിങ്. 13 നമുക്കറിയാം, ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര? 12 ആണ് അല്ലെ. ഡസൻ 12 ആണ്. പക്ഷെ ബേക്കേഴ്സ് ഡസൻ എത്രയാണ്? 13, 13 ആണ്. ഓക്കെ, അപ്പൊ ബേക്കേഴ്സ് ഡസൻ 13 ആണ് അതുകൊണ്ട് മീനിങ് ചെയ്യുന്നത്. അടുത്തത് സ്വാൻ സോങ്. നെക്സ്റ്റ് സ്വാൻ സോങ് അർത്ഥം എന്താ? ലാസ്റ്റ് പെർഫോമൻസ്. എന്താണ്? ലാസ്റ്റ് പെർഫോമൻസ്. അതാണ് സ്വാൻ സോങ്ങിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ് എന്നാണ്. അടുത്തത് എ ബോൺ ഓഫ് കണ്ടൻഷൻ. നെക്സ്റ്റ് എ ബോൺ ഓഫ് കണ്ടൻഷൻ, അതായത് എ കോസ് ഓഫ് എ ക്വാറൽ, അതായത് ഒരു വഴക്കിനുള്ള എന്തെങ്കിലും ഒരു കാരണം, വഴക്കിനുള്ള ഒരു കാരണം, അതാണ് എ ബോൺ ഓഫ് എ കണ്ടൻഷൻ. ഓക്കെ, നമ്മൾ വീട്ടിൽ അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കിടാറില്ലേ? അപ്പൊ ഈ വാക്ക് വെറുതെ അങ്ങ് പറയാ, എ ബോൺ ഓഫ് എ കണ്ടൻഷൻ കാരണം എന്നൊക്കെ അങ്ങ് പറയുക. അപ്പൊ എന്തായത്? ഒരു വഴക്കിനുള്ള ഒരു കാരണം, ഇതായിരുന്നു കാരണം, ഇവിടെ എന്റെ വീട്ടിൽ വഴക്കിടാനുള്ള കാരണം ഇന്നതായിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിൽ വഴക്കിടാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ മെസ്സേജുകളും ഒക്കെ പറയുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ ഈ വാക്ക് അങ്ങ് ഉപയോഗിക്കുക. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഈ വാക്കുകളെ രസകരമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്നോ മനസ്സിൽ നിന്നോ ഇത് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ രസകരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത വാക്ക് നോക്കിയാൽ ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്താ അർത്ഥം? ഫ്ലുവൻസി സ്പീച്ച് എന്നാണ് അർത്ഥം. വാക് ചാതുര്യം, അതാണ് ഫ്ലുവൻസി സ്പീച്ച്, അതാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് ഫ്ലുവൻസി സ്പീച്ച്. ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് ഫ്ലുവൻസി സ്പീച്ച്. അടുത്തത് ടൂത്ത് ആൻഡ് നെയിൽ. ടൂത്ത് ആൻഡ് നെയിൽ, പല്ലും നഖവും. നമുക്കറിയാം, അവൻ പല്ലും നഖവും വെച്ചുകൊണ്ട് അവനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അതിനർത്ഥം? വിത്ത് ഓൾ പവർ അല്ലെ, എല്ലാ ശക്തിയും, സർവ്വശക്തിയും ഉപയോഗപ്പെടുത്തി അവനെ ആക്രമിച്ചു എന്നല്ലേ. അതാണ് എന്താണ് പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞാല് ഓൾ പവർ എന്നാണ്. അപ്പൊ ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാല് വിത്ത് ഓൾ പവർ, വിത്ത് ഓൾ പവർ. ഓക്കെ, അതാണ് മീനിങ്. വിത്ത് ഓൾ പവർ ആണ് ടൂത്ത് ആൻഡ് നെയിൽ. അടുത്തത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാക്കുന്നത് അൺകംഫർട്ടബിൾ എന്നാണ്. അൺകംഫർട്ടബിൾ എന്നാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു മീന് വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് ചാടി കരയിലേക്ക് വീണാൽ അതിന്റെ ജീവിതം കംഫർട്ടബിൾ ആണോ? അതിന് അല്ല, ആ ഒരു അവസ്ഥ അതിന് കംഫർട്ടബിൾ അല്ല അല്ലെ. അപ്പൊ അതേ ഒരു മീനിങ് ആണ്. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന പ്രയോഗത്തിന്റെ മീനിങ് എന്താ? അൺകംഫർട്ടബിൾ. അൺകംഫർട്ടബിൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇത് കണ്ടാൽ, ഈ ഒരു വാക്ക് കണ്ടാൽ ഒരിക്കലും മറക്കരുത്. ക്ലിയർ ആയാലോ? അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഒരു മീൻ കരയിലേക്ക് വീണാൽ, വെള്ളത്തിൽ നിന്ന് അത് ഔട്ടായി മാറിയാൽ എന്താണ്? അതിനത് കംഫർട്ടബിൾ അല്ല, അതിന്റെ ജീവിതം കംഫർട്ടബിൾ അല്ല എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നോട് ഉദ്ദേശിക്കുന്നത് അൺഎക്സ്പെക്ടഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അൺഎക്സ്പെക്ടഡ്, അപ്രതീക്ഷിതമായിട്ടുള്ള, അല്ലെങ്കിൽ സഡൻ ഷോക്ക് എന്നൊക്കെ പറയാം.
അതാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, അൺഎക്സ്പെക്ടഡ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, അൺഎക്സ്പെക്ടഡ്. അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താ ഉദ്ദേശം? റെയർലി, അപൂർവമായ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, റെയർലി, അപൂർവമായ. ഓക്കെ, അടുത്ത ഇഡിയംസ് ആണ് ടു കിക്ക് ദ ബക്കറ്റ്. ബക്കറ്റ് തട്ടി കളഞ്ഞു എന്നല്ല, ടു ഡൈ, മരണപ്പെട്ടു എന്നാണ് കേട്ടോ. മരണപ്പെട്ടു, കൊലപ്പെട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു കിക്ക് ദ ബക്കറ്റ്, ടു ഡൈ, അതാണ് മീനിങ്. ടു ഡൈ, മരണപ്പെട്ടു എന്നാണ് മീനിങ്. അപ്പൊ ടു കിക്ക് ദ ബക്കറ്റ് എന്താ? ടു ഡൈ. ഇനിയെങ്കിലും പരീക്ഷയ്ക്ക് കാണുമ്പോൾ ബക്കറ്റ് തട്ടി കളഞ്ഞു എന്ന് ഓർക്കരുത്. ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ എന്നതാണ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. ബെറ്റർ ഹാഫ്, വൈഫ്, ബേക്കേഴ്സ് ഡസൻ, 13, swan song, last performance, a bone of contention, a cause of quarrel, the gift of the gabber, fluency speech, tooth and nail, with all power, fish out of water, uncomfortable, a bolt from the blue, unexpected, once in a blue moon, rarely, to kick the bucket, to die. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ പ്രദീപ് മോഹത്തല സാറിന്റെയും അതുപോലെ നമ്മുടെ രഞ്ജിത്ത് ആർക്കി തടവേ സാറിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാലും ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഈ 50 എണ്ണം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും. ഈ 50 എണ്ണം കണ്ടപ്പോ അയ്യോ ഇത് വലിയ സംഭവമാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്. ഇതൊന്നും പഠിക്കാതെ സർക്കാർ ജോലി സ്വപ്നം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ഇത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇംഗ്ലീഷിൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് 10 പേർക്ക് അത് സാധിച്ചാൽ അത്രത്തോളം സന്തോഷമാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പേനയും പേപ്പറുമായി കൃത്യമായി എഴുതിയെടുത്ത് ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാനിത് പഠിച്ചിട്ടേ കിടക്കൂ എന്ന ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും. 10 ദിവസം കൊണ്ട് മലയാളം, ഇംഗ്ലീഷ് 500 വൊക്കാബുലറി നമ്മളങ്ങ് പഠിച്ചങ്ങ് എടുക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിന് ശേഷം വന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിവിഷൻ നടത്തി നമ്മൾ ഒരു മെഗാ ക്വിസിൽ നമ്മൾ 100 മാർക്ക് നേടുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുക. മൊത്തം പഠിക്കാതെ ഇന്ന് ഞാൻ ഉറങ്ങത്തില്ല എന്ന് മനസ്സിനോട് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വെക്കുക. ഇത് പഠിക്കാതെ ഞാൻ ഉറങ്ങത്തില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ, പിഴവുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അത് തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. നിങ്ങളുടെ കമന്റുകൾ പരിഗണിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത് പഠിക്കാതെ ഉറങ്ങരുത് കേട്ടോ. ഒരിക്കൽ കൂടി ഇത് പഠിക്കാതെ ഉറങ്ങരുത്. നാളെ മലയാളമാണ്. അടുത്ത നാളെ മലയാളം പഠിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.